Hello students, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂവേഷനായ റാൻഡം പ്രോസസ്സാണ്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റാൻഡം വേരിയബിൾ, ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റാൻഡം പ്രോസസ്സാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റാൻഡം വേരിയബിൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ പറയാം. റാൻഡം വേരിയബിൾ എന്തായിരുന്നു? റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു അതൊരു ഫങ്ഷനാണെന്ന് പറഞ്ഞു അല്ലേ. ആ ഫങ്ഷൻ എന്തായിരുന്നു ചെയ്യുന്നതെന്ന് പറഞ്ഞു? മാപ്പിംഗ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. മാപ്പിംഗ് എന്ത് തമ്മിലാണ് മാപ്പ് ചെയ്യുന്നത്? രണ്ട് സെറ്റുകൾ തമ്മിൽ മാപ്പ് ചെയ്യും. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസും മറ്റു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ആക്സിസും തമ്മിലായിരുന്നു മാപ്പ് ചെയ്തത് അല്ലേ. റാൻഡം വേരിയബിളിൻ്റെ ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷനാണിത്. ഓക്കെ, അപ്പോൾ റാൻഡം വേരിയബിളിനകത്ത് S1 ഉണ്ടായിരുന്നു. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് റാൻഡം പ്രോസസ്സ്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സാമ്പിൾ പോയിൻ്റ് ഉണ്ടായിരുന്നു. നമ്മളതിനെ റിയൽ ആക്സിസിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്തു. അവിടെ പ്ലോട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ മാപ്പ് ചെയ്തപ്പോൾ ഈ ഓരോ ഔട്ട്കത്തിനും നമ്മൾ എന്താ ചെയ്തത്? ഓരോ വാല്യൂ നമ്മൾ ഈ റിയൽ ആക്സിസിൽ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും ഇവിടെ എന്താണ് നടന്നത്? ഔട്ട്കം ഓഫ് ദ റാൻഡം എക്സ്പെരിമെൻറ്റ്, ഈ S1 S2 SN എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു? ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ ഓരോ ഔട്ട്കത്തിനെയും നമ്മൾ എവിടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? ഈ ഓരോ വാല്യൂസ് അല്ലെങ്കിൽ ഓരോ നമ്പറിലേക്കാണ് ശരിക്കും മാപ്പ് ചെയ്യുന്നത്. അതായിരുന്നു റാൻഡം വേരിയബിൾ. ഫോർ എ റാൻഡം വേരിയബിൾ the outcome of a random experiment was mapped into a number. Now let's see what is a random process. ഇനി റാൻഡം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, റാൻഡം പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഒരു സാമ്പിൾ പോയിൻ്റ്, ഒരു സാമ്പിൾ സ്പേസ് ഉണ്ടാകും. ആ സാമ്പിൾ സ്പേസിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ടാകും. ഓക്കെ, ഈച്ച് വൺ വിൽ റെപ്രസെൻറ്റ് ദ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇവിടെ നമ്മൾ ഈ ഓരോ സാമ്പിൾ പോയിൻറ്റിനെയും ഒരു വേവ് ഫോമിലേക്കായിരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. ഓരോ വേവ് ഫോമിലേക്കായിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ആ വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഫങ്ഷൻ ഓഫ് ടൈം. സെക്കൻഡ് സാമ്പിൾ പോയിൻറ്റ് വിൽ ബി മാപ്ഡ് ഇൻ ടു another waveform which is again a function of time. അങ്ങനെ വേവ് ഫോമിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോർ എ റാൻഡം പ്രോസസ് what we are doing, outcome, okay, in a random process, outcome of the random experiment ആണ് ഈ പറയുന്ന S1 S2 SN, or you can say the sample points or outcome of the random experiment is mapped into a waveform. Okay, is mapped into a waveform that is a function of time. Okay, ഫോർ എക്സാമ്പിൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്യും. ആൻഡ് ദ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു വാച്ച് ദിസ് ക്ലാസ്. അപ്പോൾ അവിടെ ഓരോ സ്റ്റുഡൻറ്റും പല സമയത്തായിരിക്കും ഇത് വാച്ച് ചെയ്യുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം മോർണിംഗ് രാവിലെ കാണുന്ന കുറച്ച് കുട്ടികളുണ്ടാവും ഈ ക്ലാസ്. ഇനി ഇതേ ക്ലാസ് ഈവനിങ് വാച്ച് ചെയ്യുന്ന മറ്റ് കുറച്ച് സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാകും. ഓക്കെ, സോ സേ ഇഫ് ഇൻ ദ മോർണിംഗ് let's see how many students are watching it every day. Okay, ഫസ്റ്റ് ഡേയിൽ ഒരു S1 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫസ്റ്റ് ഡേയിൽ രാവിലെ ഇത് വാച്ച് ചെയ്യുന്നു. ഓക്കെ, അതൊക്കെ ഞാൻ സാമ്പിൾ പോയിൻ്റ് ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, S2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വാച്ചിങ് ദിസ് വീഡിയോ ഡ്യൂറിങ് ദ സെക്കൻഡ് ഡേ, ഇവിടെ മോർണിംഗ് ടൈമിൽ. അതുപോലെ S3 അപ് ടു SN വരെ. അതുപോലെ ഈവനിങ്ങിലും കുറച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് വാച്ചിങ് ദിസ് ക്ലാസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഡേ. സിമിലർലി സെക്കൻഡ് ഡേയിൽ എത്ര കുട്ടികൾ ഈവനിങ്ങിൽ ഈ ക്ലാസ് കാണുന്നു, അങ്ങനെ തേർഡ് ഡേ, ഫോർത്ത് ഡേ അപ് ടു സേ nth ഡേ വരെ ഉള്ളത് നമ്മൾ എടുക്കുന്നു, ആ സാമ്പിൾ പോയിൻറ്റ്സ്. സോ ഇവിടെ ചെയ്തിരിക്കുന്നത് മോർണിംഗിൽ ഹൗ മെനി സ്റ്റുഡൻസ് ആർ വാച്ചിങ് ഇറ്റ് എവറി ഡേ, ആ എത്ര സ്റ്റുഡൻസ് എല്ലാ ദിവസവും ഈ വീഡിയോസ് കാണുന്നു എന്നുള്ളത് ഞാൻ റാൻഡം വേരിയബിളായിട്ട് എടുക്കാൻ പോവുകയാണ്. സോ അറ്റ് ഈച്ച് ഡേ നമ്മൾ എടുക്കുന്ന സ്റ്റുഡൻ്റാണ് S1 S2 SN ഓർ S1 S2 SN. ഇതിനെ ഞാൻ ഒരു വേവ് ഫോമിലേക്ക് പ്ലോട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഈ സാമ്പിൾ പോയിൻറ്റ്സിനെ, ഈ ഒരു സാമ്പിൾ പോയിൻറ്റിനെ ഐ ആം ഗോയിങ് ടു പ്ലോട്ട് ദിസ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അതിനെ അങ്ങനെ ഫങ്ഷൻ ഓഫ് ടൈം ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോൾ രാവിലെ ഫസ്റ്റ് ഡേയിൽ എത്ര സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നു എന്നുള്ളതിനെ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫോം ആയിരിക്കും കിട്ടുന്നത്. ആ ഫസ്റ്റ് ഡേ മോർണിംഗിലും കാണുന്നുണ്ട്, ഫസ്റ്റ് ഡേയിൽ തന്നെ ഈവനിങ്ങിലും കാണുന്നുണ്ട്. ഓക്കെ, ഇതിനെ ഞാൻ പ്ലോട്ട് ചെയ്തത് ഈ ഒരു വേവ് ഫോമിലേക്കാണ്. ഓക്കെ, ഡ്യൂറിങ് ഫസ്റ്റ് ഡേ.
ഇനി സിമിലർലി സെക്കൻഡ് ഡേയിൽ എത്ര കുട്ടികൾ ഈ വീഡിയോ കാണുന്നു, മോർണിംഗിലും ഈവനിങ്ങിലുമായിട്ട്, അതിനെ എനിക്കിങ്ങനെ പ്ലോട്ട് ചെയ്യാം. കണ്ടോ, ഒരു വേവ് ഫോമിലേക്ക് ഞാൻ പ്ലോട്ട് ചെയ്യുവാണ് ഈ സാമ്പിൾ പോയിൻറ്റിനെ. അതാണ് ശരിക്കും റാൻഡം പ്രോസസ്സിൽ പറയുന്നത്. ആ സാമ്പിൾ പോയിൻറ്റ്സിനെ നമ്മൾ ആ വേവ് ഫോമിലേക്ക് പ്ലോട്ട് ചെയ്യുവാണ്. ഇതിനെ പറയുന്ന പേരാണ് സാമ്പിൾ ഫങ്ഷൻസ് എന്നും പറയും. ഈ വേവ് ഫോമിനെ നമ്മൾ സാമ്പിൾ ഫങ്ഷൻസ് എന്നും പറയും. ബിക്കോസ് ഓരോ സാമ്പിൾ പോയിൻറ്റ്സിനും നമ്മൾ കൊടുക്കുന്ന ഫങ്ഷനാണ് ഈ സാമ്പിൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. So see, this is just an example. For example, നിങ്ങൾ വരയ്ക്കുമ്പോൾ you may draw this figure, that is there is a sample space. That sample space will have many sample points, say S1 S2 up to Sn വരെയുണ്ട്. അപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സാമ്പിൾ പോയിൻറ്റ്സിനെയും ഞാൻ ഒരു വേവ് ഫോമിലേക്ക് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, S1 എന്ന് പറഞ്ഞതിനെ ഞാനൊരു വേവ് ഫോമിലേക്ക് പ്ലോട്ട് ചെയ്തു. അപ്പോൾ പ്ലോട്ട് ചെയ്തപ്പം എനിക്ക് ഇങ്ങനെ ഒരു വേവ് ഫോമാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനൊരു നെയിം കൊടുത്തു, x1 of t. ഓക്കെ, ദിസ് ഈസ് നത്തിങ് ബട്ട് എ ഫങ്ഷൻ ഓഫ് t. സിമിലർലി S2 സാമ്പിൾ പോയിൻറ്റ് ഈസ് പ്ലോട്ടഡ് ഇൻ ടു അനദർ വേവ് ഫോം വിച്ച് ഈസ് അഗൈൻ എ ഫങ്ഷൻ ഓഫ് ടൈം. അതിനെ ഞാൻ x2 of t എന്ന് പ്ലോട്ട് ചെയ്തു. ആ ഒരു ടൈം വേവ് ഫോം എന്ന്, ആ വേവ് ഫോം ഫങ്ഷൻ ഓഫ് ടൈം ആയിട്ട് കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സിമിലർലി ആ n, ഓക്കെ, ആ n എന്ന് പറഞ്ഞ സാമ്പിൾ പോയിൻറ്റിനെ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് അനദർ വേവ് ഫോം ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഈസ് xn of t എന്നും പ്ലോട്ട് ചെയ്തു. സോ ദീസ് ആർ ആക്ച്വലി സാമ്പിൾ ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. ദീസ് ആർ ആക്ച്വലി സാമ്പിൾ ഫങ്ഷൻസ്. ഓക്കെ, ഞാൻ ഈ സാമ്പിൾ ഫങ്ഷൻസിന് ഇനി എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് നോക്കുവാണ്. ഓക്കെ, നമ്മൾ ഓരോ സാമ്പിൾ ഫങ്ഷന്, ഈ ഓരോ സാമ്പിൾ ഫങ്ഷന് ഞാൻ എങ്ങനെ അതിന് ഓരോ നൊട്ടേഷൻ കൊടുക്കുകയാണ്, അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, x of t, s വെച്ചിട്ടാണ് ശരിക്കും റാൻഡം പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ സാമ്പിൾ ഫങ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ നൊട്ടേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് x of t, s ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് സേ x of t എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം നമ്മൾ ശരിക്കും ഈ സാമ്പിൾ സ്പേസിൽ S1 ഉണ്ട്, S2 ഉണ്ട്, അപ് ടു Sn ഉണ്ടല്ലേ. അപ്പോൾ ഈ x of t, sന് പകരം ഒരു പർട്ടിക്കുലർ സാമ്പിൾ പോയിൻ്റ് എടുക്കുവാണെങ്കിൽ, എനിക്കിതിനെ Sj എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ഈ S എന്ന് പറയുന്നതിനകത്ത് S1 ഉണ്ട്, S2 ഉണ്ട്, അപ് ടു Sn ഉണ്ട്, ആൻഡ് ലെറ്റ് Sj ബി എ സാമ്പിൾ പോയിൻറ്റ് സംവെയർ ഹിയർ. അപ്പോൾ ആ ഒരു സാമ്പിൾ പോയിൻറ്റിനെ വെച്ചിട്ട് ഞാൻ ഈ ഒരു സാമ്പിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ റാൻഡം പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ, ഇതിനെ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് തിങ് ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്, xj of t എന്നും ഞാനിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകണം, xj of t. ഓക്കെ, സോ ഇൻ ഷോർട്ട് ദിസ് ഈസ് എ സിമ്പിൾ നൊട്ടേഷൻ, okay, for representing the sample function corresponding to that xj, x of t, sj എന്ന് എഴുതി. ഇത് ശരിക്കും ആ റാൻഡം പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നൊട്ടേഷൻ തന്നെയാണ്. x of t, sj എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sjക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇവിടെ മാപ്പ് ചെയ്തിട്ടില്ല, sjക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സാമ്പിൾ ഫംഗ്ഷനെ നമ്മൾ ഇങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു വേവ് ഫോമിനെ ഞാൻ ഇനി ഒന്ന് സാമ്പിൾ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അതായത് ശരിക്കും ഇതെല്ലാം നമ്മുടെ റാൻഡം പ്രോസസ്സാണല്ലേ, ഇത് നമ്മുടെ റാൻഡം പ്രോസസ്സിനെ ഞാൻ സാമ്പിൾ ചെയ്യാൻ പോവാണ്. സാമ്പിൾ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, വാട്ട് യു മീൻ ബൈ സാമ്പിളിങ്? ഈ ഒരു കണ്ടിന്യൂസ് ടൈമിൽ ഞാനൊരു ഡിസ്ക്രീറ്റ് ടൈം കണ്ടുപിടിക്കാൻ പോകും. അതായത് TK എന്ന് പറഞ്ഞ ടൈമിന് ഞാൻ സാമ്പിൾ ചെയ്യാൻ പോകും. അതായത് ആ TK ആ ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ഞാൻ ഒരു സാമ്പിൾ എടുക്കാൻ പോവാണ്. ഓക്കെ, TK എന്ന് പറഞ്ഞ ടൈമിൽ ഞാൻ സാമ്പിൾ ചെയ്യാൻ പോവാം. അപ്പോൾ ഈ TK ടൈമിൽ സാമ്പിൾ ചെയ്യുമ്പോൾ മേ ബി ഈ ഒരു വേവ് ഫോം ഈ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് അതിനെ ഡിസ്ക്രീറ്റ് സാമ്പിൾ ചെയ്യാന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റൈസ് ചെയ്യുവാണ്. ഈ ഒരു TKയിൽ ഇതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും, ഈ ഒരു TKയിൽ ഇതിനും ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇനി റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഫ്രം ദ ഫിഗർ വാട്ട് വി ആർ ഡൂയിങ്, നമ്മൾ ചെയ്യുന്നത് ഒരു ഫിക്സഡ് ടൈമിൽ TK എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ടൈമിൽ നമ്മളതിനെ സാമ്പിൾ ചെയ്തു. അപ്പോൾ ശരിക്കും ഒരു റാൻഡം പ്രോസസ്സിനെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, ഒരു റാൻഡം പ്രോസസ്സിനെ നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്നറിയാവോ? ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും കിട്ടുന്നത്. ഒരു റാൻഡം പ്രോസസ്സിനെ ഇങ്ങനെ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ വേവ് ഫോമിനെ എല്ലാം സാമ്പിൾ ചെയ്തു. ഏത് ഇൻസ്റ്റൻറ്റിലാണ് സാമ്പിൾ ചെയ്തിരിക്കുന്നത്? TK ഇൻസ്റ്റൻറ്റിലാണ് സാമ്പിൾ ചെയ്തത്. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് ലൈക്ക് ദിസ്.
ഓക്കെ, ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു ജെ എന്ന് പറഞ്ഞ ഒരു സാമ്പിളിനെ മാത്രമായിരുന്നു. ഇതിപ്പോൾ എല്ലാ സാമ്പിളിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ബിക്കോസ് ഇവിടെ എല്ലാ സാമ്പിളിനെയും ഞാൻ ടി കെയിൽ സാമ്പിൾ ചെയ്തു അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ എക്സ് ഫസ്റ്റ് സാമ്പിൾ, ഫസ്റ്റ് വേവ് ഫോമിനെ സാമ്പിൾഡ് അറ്റ് ടി കെ അല്ലേ. അതുപോലെ സെക്കൻഡ് വേവ് ഫോം അഗെയിൻ സാമ്പിൾഡ് അറ്റ് ടി കെ. ഓക്കെ, സിമിലർലി എക്സ് എൻ ഉണ്ടായിരുന്നു, സാമ്പിൾഡ് അറ്റ് ടി കെ ഇൻസ്റ്റൻറ്റിൽ സാമ്പിൾ ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി, എൽ എച്ച് എസിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആയിട്ട് എഴുതി. ഇനി ആർ എച്ച് എസിൽ എന്താണ് വരുന്നത്? ആർ എച്ച് എസിൽ സെയിം തിങ്, എക്സ് ഓഫ് ടി കെ, ടി കെയിലാണ് സാമ്പിൾ ചെയ്തത് S1, ഓക്കെ, കൊമ എക്സ് ഓഫ് ടി കെയിൽ സാമ്പിൾ ചെയ്തു ഏതിനെ? S2നെ. ഓക്കെ, അപ് ടു വാട്ട്? എക്സ് ഓഫ്, if there are n sample points we will get value like this. അപ്പോൾ ഞാൻ പറഞ്ഞു റാൻഡം പ്രോസസ്സിനെ സാമ്പിൾ ചെയ്യുമ്പം ശരിക്കും കിട്ടുന്നത് എന്താണ്? റാൻഡം വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ, ബിക്കോസ് ഇതെല്ലാം ഒരു നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ഒരു വാല്യൂവേ ഉണ്ടാവുള്ളൂ. ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ എല്ലാം എനിക്ക് റാൻഡം വേരിയബിൾ ആണെന്ന് പറയാം. ആക്ച്വലി ദിസ് സെറ്റ് ഓഫ് നമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ട്? എ റാൻഡം വേരിയബിൾ. നൗ this ensemble, okay, this ensemble or this group or this ensemble of random variable, okay, this ensemble or family of random variable നെ ഞാൻ ജനറലി ഇങ്ങനെ എഴുതുവാണ്. ഓക്കെ, ഈ ഒരു സെറ്റ് ഓഫ് റാൻഡം വേരിയബിളിനെ ഞാൻ ഇങ്ങനെ എഴുതുവാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് എന്ത്? റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെയും റാൻഡം പ്രോസസ്സിനെ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ദി എൻസെമ്പിൾ ഓഫ്, ഓക്കെ, എൻസെമ്പിൾ or you can say a family, ensemble or family of random variables is known as what? Random process. അങ്ങനെയും പറയാം. ഒന്ന് മാപ്പിങ്ങിൻ്റെ രീതിയിൽ പറഞ്ഞു, മാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എന്ത് ചെയ്തു? ടി കെ ടൈമിൽ ഡിസ്ക്രീറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. ആ വാല്യൂ ആണ് ശരിക്കും റാൻഡം വേരിയബിൾ. ആ റാൻഡം വേരിയബിളിൻ്റെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു എൻസെമ്പിളിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? റാൻഡം പ്രോസസ്സ് എന്ന് പറയാൻ പറ്റും. ബിക്കോസ് ഈ സെറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഓരോ നമ്പേഴ്സാണ്, ആ ഓരോ വാല്യൂസാണ് ടി കെയിലുള്ള കിട്ടുന്നത്. ആൻഡ് ദീസ് റെപ്രസെൻറ്റ്സ് റാൻഡം വേരിയബിൾ. റാൻഡം പ്രോസസ്സിനെ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് റാൻഡം വേരിയബിൾ ആണ്. ഈ റാൻഡം വേരിയബിളിൻ്റെ ഈ ഒരു സെറ്റിനെ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ് ആൻഡ് വി ക്യാൻ കോൾ ദിസ് ഓൾസോ ആസ് എ റാൻഡം പ്രോസസ്സ്. അപ്പോൾ റാൻഡം പ്രോസസ്സിനെ രണ്ട് രീതിയിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു ഡെഫിനിഷൻ ഇങ്ങനെയും ആൻഡ് അതർ ഡെഫിനിഷൻ വാസ് ദിസ് വൺ. ഓക്കെ, along with this figure നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സ്റ്റേഷനറി പ്രോസസ്സ് എന്താണെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ വാട്ട് ഈസ് എ സ്റ്റേഷനറി പ്രോസസ്സ്. ഓക്കെ, ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഒരുപാട് ടൈം ഇൻ്റർവെല്ലിൽ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെല്ലിൽ ഡിവൈഡ് ചെയ്യുവാണ്. T1, T2 അപ് ടു T3, Tn. പക്ഷേ ഏത് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം എടുത്താലും അതിൻ്റെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് മീൻ, ഓക്കെ, ഇറ്റ്സ് വേരിയൻസ്, ഓട്ടോകോറിലേഷൻ, അങ്ങനെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ പാരാമീറ്റേഴ്സ് ഏത് ഇൻസ്റ്റൻറ്റ് എടുത്താലും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അത് ചേഞ്ച് ചെയ്യരുത്, അത് സെയിം ആയിരിക്കണം. അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റേഷനറി പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഈ റാൻഡം പ്രോസസ്സ് ഈസ് ആക്ച്വലി ഡിവൈഡഡ് ഇൻ ടു സ്റ്റേഷനറി പ്രോസസ്സ് ആൻഡ് നോൺ സ്റ്റേഷനറി പ്രോസസ്സും ഉണ്ട്. ഓക്കെ, നോൺ സ്റ്റേഷനറി പ്രോസസ്സും ഉണ്ട്. ഈ സ്റ്റേഷനറി പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്രോസസ്സിനെ ഇഫ് എ പ്രോസസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ടൈം ഇൻ്റർവെൽ ദെൻ അറ്റ് ഈച്ച് സെക്ഷൻ ഓഫ് ദിസ് പ്രോസസ് വിൽ ഹാവ് സെയിം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് സ്റ്റേഷനറി പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനെ പിന്നെ നമ്മൾ വൈറ്റ് സെൻസ് സ്റ്റേഷനറി, അതുപോലെ എർഗോഡിക് സെൻസ് സ്റ്റേഷനറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ഷോർട്ട് സ്റ്റേഷനറി പ്രോസസ് മീൻസ് ആ ഒരു പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈം ഇൻസ്റ്റൻറ്റിൽ സെയിം സ്റ്റാറ്റിസ്റ്റിക്കൽ പാരാമീറ്റേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. T1 എടുത്താലും T2 എടുത്താലും T3 എടുത്താലും മീൻ, വേരിയൻസ് ഓൾ ഷുഡ് റിമൈൻ കോൺസ്റ്റൻറ്റ്. സച്ച് എ പ്രോസസ് ഈസ് നോൺ ആസ് വാട്ട്? സ്റ്റേഷനറി പ്രോസസ്. അപ്പം
ഞാനിവിടെ പറഞ്ഞു നമ്മൾ ഒരു പ്രോസസ്സ് ഓക്കെ ഒരു പ്രോസസ്സ് സ്റ്റേഷനറി ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ് അത് നമുക്ക് നോക്കാം. ഓക്കെ ഒരു പ്രോസസ്സ് ഓക്കെ ഇഫ് എ പ്രോസസ് ഹാസ് ടു ബി ഇഫ് എ പ്രോസസ് ഹാസ് to be stationary. If a process has to be stationary, actually its mean എന്ന് പറയുന്നത് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. മീൻ ഹാസ് ടു ബി കോൺസ്റ്റൻറ്റ്. ഓക്കെ ഇപ്പോൾ ഒരു റാൻഡം പ്രോസസ്സ് എക്സ് ഓഫ് ടി ആണെന്ന് വിചാരിക്കുക. റാൻഡം പ്രോസസ്സിനെ എക്സ് ഓഫ് ടി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ആ റാൻഡം പ്രോസസ്സിൻ്റെ മീനിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും, മ്യൂ എക്സ് ഓഫ് ടി എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ദാറ്റ് മീൻ ഹാസ് ടു ബി എ കോൺസ്റ്റൻറ്റ്. ഓക്കെ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതാണ് സ്റ്റേഷനറി ആകാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ശരിക്കും മീനിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മേ പ്ലീസ് നോട്ട് ദിസ്, ചിലപ്പം പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാറുണ്ട്. ശരിക്കും ഒരു റാൻഡം പ്രോസസ്സിൻ്റെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് എക്സ്പെക്റ്റേഷനാണ്. ഓക്കെ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് ദാറ്റ് റാൻഡം പ്രോസസ്സ്. അതിൻ്റെ എക്സ്പെക്റ്റേഷനാണ് ഈ മീൻ എന്ന് പറയുന്നത് ശരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഈ എക്സ്പെക്റ്റേഷൻ നമ്മൾ പ്രോബബിലിറ്റിയിലൊക്കെ പഠിക്കുന്നുണ്ട്. എക്സ്പെക്റ്റേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ടേക്കിംഗ് ഇൻ്റഗ്രൽ ഫ്രം -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദാറ്റ് വേരിയബിളിൻ്റെ നമ്മുടെ ഫോർമുല ഇതാണ്, -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന്. അവിടെ റാൻഡം വേരിയബിളിനെ ആയിരുന്നു, റാൻഡം പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, സ്മോൾ എഫ്. ദെൻ ദാറ്റ് പ്രോസസ്സ് ഇവിടെ എഴുതുക, എന്നിട്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ടേക്കൺ ബൈ ദ പ്രോസസ്സ് ഇവിടെ എഴുതുക. ഓക്കെ ഇൻറ്റു ഡി എക്സ്. ഓക്കെ ദിസ് ഈസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ ഇങ്ങനെയാണ് ശരിക്കും എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ മീൻ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത്, എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇതെന്താണ്? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് ആ റാൻഡം പ്രോസസ്സിൻ്റെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ റാൻഡം പ്രോസസ്സിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണിത്. ഓക്കെ ദിസ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ ഇതിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, എക്സ് ദിസ് ഈസ് ദ ഫംഗ്ഷൻ. ഇതാണ് ഈ എഴുതിയിരിക്കുന്നത്. ദർ ഇസ് നോ സ്പേസ് ബിറ്റ്വീൻ എഫ് ആൻഡ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഓക്കെ ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ മീൻ കാണുന്നത്. അപ്പോൾ ഒരു സ്റ്റേഷനറി പ്രോസസ്സിന് ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ദിസ് ഹാസ് ടു ബി എ കോൺസ്റ്റൻറ്റ്. ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ഈക്വൽ ടു മ്യൂ എക്സ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് mu x of t, random process in the mean is a constant that is equal to mu x. So this is the condition for a process to be stationary. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, വൈഡ് സെൻസ് സ്റ്റേഷനറി ആകാനുള്ള കണ്ടീഷൻ. സോ സ്റ്റേഷനറി മീൻസ് ദാറ്റ് മീൻ അല്ലെങ്കിൽ മീൻ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ വേരിയൻസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതാണ്. പക്ഷേ ഇൻ ഓർഡർ ടു പ്രൂവ് ദാറ്റ് എനി സ്റ്റേഷനറി പ്രോസസ് ടു ബി വൈഡ് സെൻസ് സ്റ്റേഷനറി. ഓക്കെ അത് വേറൊരു ക്ലാസിഫിക്കേഷനാണ്. അതൊരു സ്റ്റേഷനറി പ്രോസസ്സ് ഇതേ കൂട്ട് വൈഡ് സെൻസ് സ്റ്റേഷനറി ആകണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ മീൻ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. മീൻ വാല്യൂ നമ്മൾ പറഞ്ഞത് തന്നെ സ്റ്റേഷനറി ആകാനുള്ള കണ്ടീഷനാണ്, മീൻ വാല്യൂ ഹാസ് ടു ബി എ കോൺസ്റ്റൻറ്റ്. സെക്കൻഡ് വൺ എന്താണെന്ന് അറിയാമോ? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ഓക്കെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ should become, okay, autocorrelation function is a or autocorrelation or see ingane ezhudam or autocorrelation is a function of delay. Autocorrelation should become a function of delay or delay ennu parayam allengil time difference ennum parayam. ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ ഡിലേയുടെ ഫംഗ്ഷൻ ആയിരിക്കണം എന്ത്? ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. മീൻ വാല്യൂ കോൺസ്റ്റൻറ്റും ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫംഗ്ഷൻ ഓഫ് ഡിലേ ഓർ ടൈം ഡിഫറൻസ് ആയിരിക്കണം. ഇങ്ങനെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. സോ ദീസ് ടു ആർ ദ കണ്ടീഷൻ ഫോർ എ പ്രോസസ് ടു ബി വൈഡ് സെൻസ് സ്റ്റേഷനറി. ഒരു പ്രോസസ്സ് വൈഡ് സെൻസ് സ്റ്റേഷനറി ആകണമെങ്കിൽ ഇങ്ങനെയാണ്, ഈ രണ്ട് കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഓക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഗിവൺ എ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു റാൻഡം പ്രോസസ് ആണെന്ന് നിങ്ങൾ തന്നിരിക്കുന്നത് വിചാരിക്കുക. എക്സ് ഓഫ് ടി ഈസ് ദ റാൻഡം പ്രോസസ്. ഇനി ഈ റാൻഡം പ്രോസസ്സിൻ്റെ നമ്മൾ രണ്ട് ഇൻസ്റ്റൻറ്റുകളിൽ നമ്മൾ കൺസിഡർ ചെയ്ത വാല്യൂസാണ് സേ എക്സ് ഓഫ് ടി വണ്ണും എക്സ് ഓഫ് ടി ടു. ഓക്കെ
So x of t is the random process, and x of t1 and x of t2 is obtained by observing this random process at two different instants t1 and t2. x of t എന്ന് പറഞ്ഞ ഒരു റാൻഡം പ്രോസസ്സിനകത്ത് t1ലും t2ലും ആ രണ്ട് ഇൻസ്റ്റൻറ്റിൽ ഒബ്സർവ് ചെയ്ത പാരാമീറ്റേഴ്സ്, ആ രണ്ട് റാൻഡം വേരിയബിളാണ് എന്ത്, എക്സ് ഓഫ് ടി വൺ എക്സ് ഓഫ് ടി ടു. അല്ലേ ഞാൻ പറഞ്ഞിരുന്നു റാൻഡം പ്രോസസ്സിനെ നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് റാൻഡം വേരിയബിളാണ്. ദിസ് ഈസ് എക്സ് ഓഫ് ടി വൺ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ, ഇതെന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ടു എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ. സോ എക്സ് ഓഫ് ടി ഈസ് ദ റാൻഡം പ്രോസസ് ആൻഡ് എക്സ് ഓഫ് ടി വൺ ആൻഡ് എക്സ് ഓഫ് ടി ടു ഈസ് ദ റാൻഡം വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. സി is represented like this of t1, t2. r വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ദ റാൻഡം പ്രോസസ് എക്സ് അറ്റ് ദ ഇൻസ്റ്റൻസ് t1, t2. ആ ഒരേ ഒരു ആ ഓട്ടോ കോറിലേഷൻ മീൻസ് ആ റാൻഡം പ്രോസസ്സിനകത്തുള്ള രണ്ട് ഡിഫറെൻറ്റ് ടൈം ഇൻസ്റ്റൻറ്റിൽ അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ്, ഓക്കെ, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് എ പ്രോസസ് എക്സ് ഓഫ് ടി ഈസ് defined as the expectation of product of these two random variables, ഓക്കെ. സോ ഇത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു റാൻഡം പ്രോസസ്സ് നമ്മളതിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്തു t1ലും t2ലും അല്ലെങ്കിൽ സാമ്പിൾ ചെയ്തു, അന്നേരം കിട്ടുന്ന രണ്ട് റാൻഡം വേരിയബിളാണ് എക്സ് ഓഫ് ടി വണ്ണും എക്സ് ഓഫ് ടി ടു എന്ന് പറയുന്നത്. ആ എക്സ് ഓഫ് ടി വണ്ണിൻ്റെയും എക്സ് ഓഫ് ടി ടുവിൻ്റെയും പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുത്താൽ വാട്ട് യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ autocorrelation function. ഇതാണ് autocorrelation function. It is nothing but the expectation of the product of two random variables x of t1 and x of t2. x of t1 x of t2 ആ x of t എന്ന് പറഞ്ഞ ആ റാൻഡം പ്രോസസ്സിൽ നിന്ന് തന്നെ ഒബ്സർവ് ചെയ്തിരിക്കുന്ന രണ്ട് റാൻഡം വേരിയബിൾ ആണ്, അല്ല രണ്ട് ഡിഫറെൻറ്റ് റാൻഡം പ്രോസസ്സിലേ അല്ല. അത് ഓർക്കണം. അതുകൊണ്ടാണ് അതിനെ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ആ സെയിം റാൻഡം പ്രോസസ്സിനകത്ത് നിന്ന് കിട്ടുന്ന രണ്ട് റാൻഡം വേരിയബിളിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ്. ഓക്കെ, ഇനി വൺ മോർ തിങ്, ഇതിനെ നമുക്ക്, അപ്പോൾ ഇതാണ് ശരിക്കും ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ autocorrelation function. See, this can also be represented as this is equal to, നിങ്ങൾ ഓർക്കണം ഒരു എക്സ്പെക്റ്റേഷൻ, ഞാൻ മീൻ്റെ ആ ഒരു ഇതിൽ പറഞ്ഞിരുന്നു, മീൻ കണ്ടുപിടിക്കുന്ന ആ ഒരു പറഞ്ഞു. എക്സ്പെക്റ്റേഷനെ നമുക്ക് ശരിക്കും എൻ്റെ ഫോർമുല എന്താണ്, -∞ to ∞ what x into probability ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതണം അല്ലേ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദാറ്റ് ഗിവൺ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. ഇവിടെ എക്സ് ഓഫ് ടി മാത്രമേ ഉള്ളായിരുന്നു, അപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാം? സി, ഇറ്റ് ക്യാൻ ബി മോഡിഫൈഡ് ആസ് ഡബിൾ ഇൻറ്റഗ്രൽ വരും, കാരണം സെക്കൻഡ് ഓർഡർ ആണ്. ഇവിടെ രണ്ട് ഫംഗ്ഷനുണ്ട്, സോ ഇത് സെക്കൻഡ് ഓർഡർ എക്സ്പെക്റ്റേഷനിലേക്ക് മാറും. അപ്പോൾ ഇതിനെ രണ്ട് ഇൻറ്റഗ്രൽ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ ഒരു എക്സ് ഓഫ് ടി ഉള്ളായിരുന്നു, ഇവിടെ എക്സ് ഓഫ് ടി വണ്ണും എക്സ് ഓഫ് ടി ടുവും വന്നു. ഓക്കെ, ഇൻറ്റു x1 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, x2 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതണം. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ലൈക്ക് എഫ് എക്സ് ഓഫ് t1. ഓക്കെ, അത് നമ്മൾ ഒരുമിച്ചാണ് എഴുതുന്നത്. ഇതിന് രണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഓഫ് t2, ഓക്കെ, ഓഫ് ഫംഗ്ഷൻ ഓഫ് x1, x2 dx1 dx2. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ഇത് ആ ഒരു എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ റാൻഡം പ്രോസസ്സിൻ്റെയാണ്. ഇതെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർഡർ ആണ്, ബിക്കോസ് ഇതിനകത്ത് രണ്ടെണ്ണം വരുന്നുണ്ട്. സോ ആ x1 x2 എഴുതുക. ഇവിടെ x ആയിരുന്നു, ഇവിടെ x1 x2 എന്ന് എഴുതുക. ഇവിടെ ഒരു ഫസ്റ്റ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരുന്നു. ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഇതിനെ സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനായിട്ട് എഴുതി. ഇവിടെ എക്സ് ഓഫ് ടി മാത്രമേ ഉള്ളായിരുന്നു, ഇവിടെ എക്സ് ഓഫ് ടി വണ്ണും എക്സ് ഓഫ് ടി ടു. ഇവിടെ എഫ് ഓഫ് എക്സ് ആയിരുന്നു, ഹിയർ എഫ് ഓഫ് x1, x2. ദിസ് ഈസ് നത്തിങ് ബട്ട് ദ സെക്കൻഡ് ഓർഡർ. ഇതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് എഴുതും. സോ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ലൈക്ക് ദിസ്. ഇങ്ങനെ നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനെ എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ ഓർക്കേണ്ട മറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു സംഭവം, ഓക്കെ, അതായത് ഈ സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഒരു സ്റ്റേഷനറി പ്രോസസ്സിന്, ഓക്കെ, ഒരു സ്റ്റേഷനറി പ്രോസസ്സിന് ഈ സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വിൽ ഓൾവേസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ ഡിഫറൻസ് ഓഫ് ദ ടൈം. മനസ്സിലായോ? അതായത് t1ഉം t2ലും ഉള്ള ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ്. പക്ഷേ ഒരു സ്റ്റേഷനറി പ്രോസസ്സിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ
എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? ടൈം ഡിഫറൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതല്ലാതെ ഈ ഓരോ ഇൻസ്റ്റൻറ്റിനുമുള്ള ടൈമിലെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. T1 എലോൺ, T2 എലോൺ അങ്ങനെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഒരു സ്റ്റേഷനറി പ്രോസസ്സ് ആണെങ്കിൽ ആ ഒരു സ്റ്റേഷനറി പ്രോസസ്സിന് അത് ടൈം ഡിഫറൻസിൻ്റെ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് ഡിപ്പെൻഡിങ് T1 ആൻഡ് T2 എലോൺ, T2 മൈനസ് T1 ആയിരിക്കും ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. So in short we can say our autocorrelation function will also depend on what? The time difference. Will also depend on what? Time difference. See, this is the autocorrelation function depending on T1 and T2. പക്ഷേ for a stationary process, always remember that this second order probability density function will depend only on the time difference T2 minus T1. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. Autocorrelation function depending upon the time difference. Okay, so autocorrelation function Rx of T1 comma T2 can also be written as Rx of tau എന്നും എഴുതാം. Okay, tau എന്ന് എഴുതാം. where tau എന്ന് പറയുന്നത് where tau is the time difference T2 minus T1, where tau is the time difference T2 minus T1. അപ്പോൾ എന്താ ഇവിടെ കിട്ടിയിരിക്കുന്നത്? നമുക്ക് ആ ഒരു സ്റ്റേഷനറി പ്രോസസ്സിന് മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ അല്ലേ. അപ്പോൾ ഒരു സ്റ്റേഷനറി പ്രോസസ്സിന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈം ഡിഫറൻസ്. കണ്ടോ? അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഉണ്ടോ, അതിൻ്റെ മീൻ വാല്യൂ ഒരു സ്റ്റേഷനറി പ്രോസസ്സ് വൈറ്റ് സെൻസ് സ്റ്റേഷനറി ആണോ എങ്കിൽ അതിൻ്റെ മീൻ വാല്യൂ കോൺസ്റ്റൻ്റ് ആകണം. ആൻഡ് ഓൾസോ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഡിഫറൻസ് ഓർ ഡിലേ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ടൗ ഹിയർ. നമ്മളിവിടെ ടൗ എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. ഇതാണ് ടൗ. പല രീതിയിൽ എഴുതാം. മേ യൂസ് വൺ ഓഫ് ദ ഈ ടൗ എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ നമ്മൾ എഴുതി. റാൻഡം പ്രോസസ്സ് എടുത്തു, അതിനകത്ത് 2 റാൻഡം വേരിയബിളിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുത്തു. എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം പ്രോസസ്സിൻ്റെ ഫോർമുല ഇതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതി. സെക്കൻഡ് ഓർഡർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് ആക്ച്വലി വാട്ട് കോൺസ്റ്റൻറ്റ്. For a stationary process, the second order PDF depends only on the time difference. So the autocorrelation function will also depend on the time difference. So this can be written as like this. So from this what namukku manasillayathu autocorrelation function is a function of time difference. So these two are the condition for a process to be white sense stationary. അപ്പോൾ autocorrelation അതിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ ഒരു ഫോർമുലയുമാണ് ഇത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് autocorrelation നോക്കാം നമുക്ക്. ഓക്കെ, പ്രോപ്പർട്ടീസ്. Now let us see what are the properties of autocorrelation. Okay, അപ്പോൾ ഓട്ടോ കോറിലേഷൻ്റെ പ്രോപ്പർട്ടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനെ നമുക്കൊന്ന് കൺവീനിയൻസിന് വേണ്ടിയിട്ട് റീഡിഫൈൻ ചെയ്ത് പലയിടത്തും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ദിസ് ഈസ് ദറ്റ് Rx of autocorrelation function is a function of delay എന്നല്ലേ പറഞ്ഞത്. delay is represented by tau. ഞാനിവിടെ പറഞ്ഞു this is equal to expectation of 2 റാൻഡം വേരിയബിൾസ് ആണെന്ന് പറഞ്ഞു അല്ലേ. പ്രോഡക്റ്റ് ഓഫ് 2 റാൻഡം വേരിയബിൾസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് T1 ഒരെണ്ണത്തിന് ഞാൻ T എന്ന് എടുക്കുവാണെങ്കിൽ അതർ വൺ വിൽ ബി T പ്ലസ് ടോ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ഞാൻ ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് T1 എക്സ് ഓഫ് T2 എന്നായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞു ഓട്ടോകോറിലേഷൻ ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ട് ഡിലേ ടൈം ഡിഫറൻസ് ടോ. അപ്പോൾ ഇവിടെ ടിയും T പ്ലസ് ടോയും എടുത്തു. അപ്പോൾ അതിൻ്റെ ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? T പ്ലസ് ടോ മൈനസ് T അല്ലേ. ഈ ഒരു ഇൻസ്റ്റൻറ്റും ഈ ഒരു ഇൻസ്റ്റൻറ്റ്, ഇത് T2 ഇത് T1, T2 മൈനസ് T1, T2 മൈനസ് T1. അപ്പോൾ എന്താ കിട്ടുന്നത്? ടോന്ന് തന്നെ കിട്ടും അല്ലേ. ടൈം ഡിഫറൻസ് ടോന്ന് തന്നെ കിട്ടും. സോ ഇതിനെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനെ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രോപ്പർട്ടീസ് ഓഫ് ഓട്ടോ കോറിലേഷൻ. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി, ഓട്ടോ കോറിലേഷൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് an even function, is always an even function. Okay,
അങ്ങനെ. സോ ഓട്ടോകോറിലേഷൻ ഫംഗ്ഷൻ, ഓട്ടോകോറിലേഷൻ വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഡിലേ ടോ അല്ലേ, ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ എക്സ് ഓഫ് മൈനസ് ടോ. അങ്ങനെയല്ലേ നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അറ്റ് ടോയും അറ്റ് മൈനസ് ടോയും ഇത് സെയിം ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. നൗ സെക്കൻഡ് പ്രോപ്പർട്ടി, ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് ഓട്ടോകോറിലേഷൻ ഫംഗ്ഷൻ. ഓക്കെ, ദിസ് ഈസ് ദ മീനിങ്. Autocorrelation at zero is greater, okay, autocorrelation at zero is greater than autocorrelation at any other point. ഓക്കെ, അതായത് സീറോയിലുള്ള ഓട്ടോ കോറിലേഷൻ വേറെ ഏതൊരു പോയിൻറ്റിലെ ഓട്ടോ കോറിലേഷനെക്കാട്ടിയും ഗ്രേറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഓട്ടോ കോറിലേഷൻ അറ്റ് സീറോ, ഓക്കെ, വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓട്ടോ കോറിലേഷൻ അറ്റ് എനി അതർ പോയിൻറ്റ് ടൗ, ആർ എക്സ് ഓഫ് ടൗ. ഓക്കെ, സോ ദിസ് ഈസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി. ആൻഡ് നൗ the third property പറയുന്നത്, okay, what is the third property? Okay, one more thing, see, this can also be represented like this. അതായത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ആർ എക്സ് ഓഫ് ഓട്ടോ കോറിലേഷൻ അറ്റ് എ ഫംഗ്ഷൻ, അറ്റ് സീറോ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, മീനിങ് ഈസ് ദ സെയിം തിങ്. ഇറ്റ് ഈസ് ഓട്ടോ കോറിലേഷൻ അറ്റ് സീറോ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ എനി അതർ ടൈം ഇൻസ്റ്റൻറ്റ്. ഓക്കെ, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, സെയിം തിങ്. നൗ തേർഡ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ മീൻ സ്ക്വയർ വാല്യൂ ആണ്. ഓക്കെ, മീൻ സ്ക്വയർ വാല്യൂ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും മീൻ സ്ക്വയർ വാല്യൂ കിട്ടാനായിട്ട് ഈ ഒരു ഇക്വേഷനകത്ത് നിങ്ങൾ ടോ ഈക്വൽ ടു സീറോ കൊടുക്കണം. ഓക്കെ, പുട്ട് ടോ ഈസ് ഈക്വൽ ടു സീറോ ഇൻ ദിസ് ഇക്വേഷൻ. ഓക്കെ, പുട്ടിങ് ടോ ഈസ് ഈക്വൽ ടു സീറോ ഇൻ ദിസ് ഇക്വേഷൻ, വാട്ട് യു വിൽ ഗെറ്റ് ആർ എക്സ് ഓഫ് സീറോ ടോ ഓർ ടൗ. ഓക്കെ, അതിന് സീറോ ഇട്ട് കൊടുക്കുമ്പം വാട്ട് യു വിൽ ഗെറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് കിട്ടും അല്ലേ, ബിക്കോസ് ടൗ സീറോ ആക്കി ഇട്ടു. ഓക്കെ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് വാട്ട് എക്സ് സ്ക്വയർ ഓഫ് ടി എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് മീൻ സ്ക്വയർ വാല്യൂ അല്ലേ. ദിസ് ഈസ് ദ മീൻ. ആദ്യം നമ്മൾ ആ റാൻഡം പ്രോസസ്സിനെ സ്ക്വയർ ചെയ്ത് എക്സ്പെക്റ്റേഷൻ എടുത്തു. ദിസ് ഈസ് നത്തിങ് ബട്ട് മീൻ സ്ക്വയർ വാല്യൂ. ആണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് മീൻ സ്ക്വയർ വാല്യൂ. അപ്പോൾ എന്താ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക്? മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അറ്റ് സീറോ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ റാൻഡം പ്രോസസ്സിനെ സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുക്കണം. ദീസ് ത്രീ ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. താങ്ക് യു.